പവിത്രം സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദ വിക്രമിന്റെ മുറിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഡയറി എഴുതുകയാണ്. വിക്രമിനെ കുറിച്ചും വിക്രമിന്റെ വീട്ടുകാരെ കുറിച്ചുള്ള സകല കാര്യങ്ങളും വേദ ആ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ട്. വേദ ഡയറി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വിക്രം ഇതും കണ്ട് റൂമിലേക്ക് വരുന്നത്. എന്താണ് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടെ വിക്രം വരുന്നത്. ഓഹോ, ഇവൾ ഡയറി എഴുതാണല്ലോ. ഓ, അപ്പോൾ ഇവൾക്ക് ഡയറി എഴുതാൻ ശീലമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദ ഡയറി എഴുതുന്നത് നോക്കി നിൽക്കായിരിക്കും വിക്രം. അങ്ങനെ അന്നത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഡയറിയിൽ കുറിച്ചു വെച്ചതിന് ശേഷം ആ ഒരു ഡയറി അടച്ചു വെച്ച് തന്റെ ബാഗിലാക്കിയതിനു ശേഷം വേദ അവിടെ നിന്നും പോകുന്നുണ്ട്. എന്നാൽ വേദ കാണാതെ പെട്ടെന്ന് തന്നെ വിക്രം അവിടെ നിന്ന് അങ്ങ് ഒളിഞ്ഞു നിൽക്കാട്ടോ. വേദ അടുക്കളയിലേക്ക് പോയതിനു ശേഷം വിക്രം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അവൾ എഴുതിയ ഡയറി എന്തായാലും ഒന്ന് വായിച്ചു നോക്കിയാലോ. മറ്റൊരാളുടെ ഡയറി എടുത്ത് വായിച്ചു നോക്കുന്നതൊക്കെ അത് വളരെ ചീപ്പ് ഏർപ്പാടാണ്. എന്നാലും ആ ഡയറി വായിക്കുന്നതോടുകൂടി തന്നെ അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയാലോ. അവൾ എനിക്കിട്ട് എന്തെങ്കിലും പണി വെക്കുന്നുണ്ടോ എന്ന് മനസ്സിലാവും. അതുമല്ലെങ്കിൽ അവൾ ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം അതെന്താണെന്ന് മനസ്സിലാവല്ലോ എന്നൊക്കെ ചിന്തിക്കട്ടെ വിക്രം. അങ്ങനെ വിക്രം പയ്യെ വേദയുടെ ഡയറി വായിക്കാൻ വേണ്ടിയിട്ട് വേദ വരുന്നുണ്ടോ എന്നൊക്കെ ചുറ്റും നോക്കിക്കൊണ്ട് ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം പോയിട്ട് വേദയുടെ ബാഗ് തുറക്കുന്നുണ്ട്. എന്നിട്ട് പയ്യെ ആരും കാണാതെ വേദയുടെ ഡയറി എടുത്തുകൊണ്ട് തന്നെ ആ ഒരു ഡയറി വായിക്കാൻ തുടങ്ങാട്ടോ വിക്രം. വേദയുടെ കഴുത്തിൽ വിക്രം താലി കെട്ടിയ അന്നത്തെ ആ ഒരു ദിവസം മുതലുള്ള എല്ലാ കാര്യങ്ങളും ആ ഡയറിയിൽ എഴുതി വെച്ച് കാണും. വേദ നിറ കണ്ണുകളോടെ ആയിരിക്കട്ടെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. എൻ്റെ അച്ഛനും അമ്മയും എത്രമാത്രം സ്നേഹിച്ചിട്ടും ലാളിച്ചിട്ടുണ്ടോ ഇത്ര കാലം എന്നെ വളർത്തിയെടുത്തത്. അങ്ങനെ എൻ്റെ കല്യാണത്തിലെ താലി പൂജിക്കാൻ വേണ്ടി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയതായിരുന്നു. ആ സമയത്താണ് വിക്രം എന്നെ ബലമായിട്ട് താലി കെട്ടിയത്. അന്ന് ആ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വെച്ച് ബലമായിട്ട് അവൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ സമയത്ത് എനിക്ക് അവനോട് ശരിക്കും ദേഷ്യമായിരുന്നു. പിന്നെ എനിക്ക് തോന്നി, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം ഒരു പക്ഷേ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയായിരിക്കും എനിക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവിടെ വീട്ടിലേക്ക് വന്നു കഴിയുന്ന സമയത്തും എനിക്ക് വിക്രമിനോട് ദേഷ്യം തന്നെയായിരുന്നു. ഇവിടുത്തെ എല്ലാവരും എന്നോട് സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറുന്നത്. അച്ഛൻ മാത്രം എന്നോട് ദേഷ്യത്തിൽ പെരുമാറുന്ന സമയത്തും അച്ഛൻ്റെ മനസ്സിൽ ഒരുപാടധികം ഇഷ്ടമുണ്ട് എന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ പയ്യെ പയ്യെ ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് എനിക്ക് എങ്ങനെയൊക്കെയോ വിക്രമിനോട് അതിയായ സ്നേഹം തോന്നി തുടങ്ങി. അവൻ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ അതെല്ലാം ആസ്വദിച്ചിരുന്നു. അവനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്തും എനിക്ക് ഒരുപാടധികം ഇഷ്ടം തോന്നി. ഇപ്പോഴും അവനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. വെറും ഒരു റൗഡിയായി നടന്നുകൊണ്ടതിന് കുത്തും കൊലയും തന്നെയാണ് അവൻ്റെ ജോലി. അതിൽ നിന്നൊക്കെ അവനെ എങ്ങനെയെങ്കിലും മോചിപ്പിച്ച് അവന് നല്ലൊരു ജോലി കണ്ടെത്തി കൊടുക്കണം. എന്നിട്ട് അവനെ നല്ല രീതിയിൽ തന്നെ കൊണ്ടു നടത്തണമെന്ന് മാത്രമാണ് എൻ്റെ ലക്ഷ്യമെന്നൊക്കെ ആയിരിക്കട്ടെ വേദ എഴുതിയിരിക്കുന്നത്. ഒരു പക്ഷേ അവൻ്റെ ജീവിതം എന്നെ കൊണ്ട് മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ദൈവം എനിക്ക് ഇങ്ങനൊരു വിധി നൽകിയത്. പിന്നെ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വെച്ചാണ് അവൻ ഈ താലി എൻ്റെ കഴുത്തിൽ കെട്ടിയത്. അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ ഒരിക്കലും ഞങ്ങൾ പിരിയില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. എന്നെങ്കിലും ഒരു ദിവസം അവൻ്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടാവും. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നും കാത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പം പണ്ടത്തെ പോലെ യാതൊരുവിധ വെറുപ്പും എനിക്ക് വിക്രത്തിനോടില്ല. എനിക്കിപ്പോൾ വിക്രത്തിനോട് ഒരുപാടധികം സ്നേഹമാണ്. എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അവൻ മനസ്സിലാക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കട്ടെ വേദ ഡയറിയിൽ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം വായിക്കുന്ന സമയത്തിന് വിക്രം ആകങ്ങനെ കിളിപോയ അവസ്ഥയിലായിരിക്കും. എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ഇവളുടെ മനസ്സിൽ എന്നോട് ദേഷ്യം വെറുപ്പൊന്നുമല്ലേ. ഇവളപ്പോൾ എന്നോടുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ലേ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്. ഇവളുടെ ഡയറി വായിച്ച സമയത്ത് എനിക്കും ചെറുതായിട്ട് അവളോടൊക്കെ ഇഷ്ടം തോന്നി തുടങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ എന്നെ ചിന്തിക്കട്ടെ വിക്രം. അല്ലെങ്കിൽ വേണ്ട, എൻ്റെ ജീവിതം ആരുടെങ്കിലുമൊക്കെ കൈകൊണ്ട് തീരാനുള്ളതാ. അങ്ങനെയല്ലേ അച്ഛൻ എപ്പോഴും പറയാറുള്ളത്. അക്കൂട്ടത്തിലേക്ക് അവളുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ അവൾ കൂടെ ചേർക്കാതിരിക്കുന്നതാ നല്ലത് എന്നിങ്ങനെ വിക്രം മനസ്സിൽ ചിന്തിക്കും. ഓ, അപ്പോൾ എന്നെ നന്നാക്കാനായിട്ടാണല്ലേ അവളുടെ പുറപ്പാട്. ഞാൻ നന്നായത് തന്നെ. വേദ, നീ ഈ വീട്ടിൽ നിന്ന് പോകുന്ന നിമിഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ ഈ വീട്ടിൽ നിന്ന് പോയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണം. അല്ലാതെ ഒരു തരി പോലും ദേഷ്യവും വെറുപ്പൊന്നും എൻ്റെ മനസ്സിൽ നിന്നോടില്ല. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എൻ്റെ മനസ്സിലും നിന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ വിക്രം തന്നെത്താനെ നിന്ന് സംസാരിക്കാട്ടോ. വിക്രം ഏതായാലും വേദയുടെ ഡയറി വേദ വെച്ച് അതേ സ്ഥാനത്ത് തന്നെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം അടുക്കളയിലേക്ക് പോയിട്ട് വേദ ഇങ്ങനെ മാറി നിന്ന് പുഞ്ചിരിയോടെ നോക്കുകയാണ്. അപ്പോൾ വേദ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇയാൾക്ക് ഇത് എന്ത് പറ്റി? ഇയാളെന്താ പതിവില്ലാതെ എങ്ങനെയൊക്കെ ചെയ്യുന്നത്? വിക്രം പയ്യെ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ വേദിയുടെ അടുത്തേക്ക് അടുക്കളയിലേക്ക് ചെല്ലുന്ന സമയത്തിന് വേദ ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് പറ്റി പതിവില്ലാതെ? അല്ല, അടുക്കളയിലേക്കൊന്നും ഇങ്ങനെ വരാറില്ലല്ലോ. വിക്രം വന്ന് ചോദിക്കുന്നുണ്ട്, അതെ എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദക്കൊരു അത്ഭുതമായിരിക്കും. എന്ത് ചായയോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട്, അതെ ഒരു ഗ്ലാസ് ചായ. നീ എന്താ ചായ കേട്ടിട്ടില്ലേ? എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരാമോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നത്, ഞാനിപ്പോൾ ഉണ്ടാക്കി തരാം, നിങ്ങളൊരു 5 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യേ, ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ചായ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വിക്രത്തിന് വീട്ടിൽ ആ ഒരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കി കൊടുക്കാട്ടോ വേദ. വേദ ചായ ഉണ്ടാക്കുന്ന സമയത്ത് പോലും വിക്രം വളരെയധികം ഇഷ്ടത്തോടു കൂടി തന്നെ ആയിരിക്കട്ടെ വേദ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. വേദയുടെ ആ ഒരു ഡയറി വായിച്ചതോടു കൂടി വേദയുടെ മനസ്സിൽ തന്നോട് ഇഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കിയ വിക്രത്തിന് ചെറുതായിട്ടൊരു ഇഷ്ടമൊക്കെ വേദയോട് തോന്നി തുടങ്ങും. പക്ഷേ മനസ്സുകൊണ്ട് വേദയോട് അടുക്കാൻ ഒട്ടും തന്നെ വിക്രമിന് താല്പര്യമുണ്ടാവില്ല. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ വേദ രക്ഷപ്പെട്ടോട്ടെ എന്ന് മാത്രമായിരിക്കട്ടെ വിക്രം ചിന്തിക്കുന്നത്.
വേദ ഏതായാലും ചായ ഉണ്ടാക്കിയതിന് ശേഷം വിക്രത്തിന് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്തിന് വിക്രം അത് കുടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് ഹാവു നല്ല ചായയാണെന്ന് പറയും. അപ്പോൾ വേദ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഇപ്പോഴെങ്കിലും നിങ്ങളത് സമ്മതിച്ചല്ലോ. എന്നിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് അല്ല അമ്മ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് അമ്മ കുടുംബക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയും. അന്നേരം ഏട്ടത്തിമാരോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അമ്മയുടെ കൂടെ അവരും പോയി എന്ന് പറയാട്ടെ വേദ. അതെന്താ അവരൊക്കെ പോകുന്ന കൂട്ടത്തിൽ നീയും പോയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞത് ഞാൻ ഇന്ന് രാവിലെ പോയതാ, എന്നാൽ പിന്നെ വൈകിട്ട് പോവില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ വേദയും വിക്രവും പരസ്പരം സ്നേഹത്തോടു കൂടെ ഇങ്ങനെ അടുക്കളയിൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടായിരിക്കട്ടെ ശ്രീജയും നന്ദിനിയൊക്കെ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്നാൽ ഇവരുടെ ഈ ഒരു സ്നേഹപ്രകടനമെല്ലാം കാണുന്ന സമയത്തിന് നന്ദിനിക്കൊരു അത്ഭുതമായിരിക്കും. രണ്ടുപേരും ഒരു അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന സമയത്തിന് വേദയോട് വളരെയധികം സ്നേഹത്തോടെ ചിരിച്ച് കളിച്ചുകൊണ്ട് തന്നെയായിരിക്കട്ടെ വിക്രം സംസാരിക്കുന്നത്. കമലമ്മ എന്ന് ചോദിക്കുന്നുണ്ട് എന്താ വിക്രം നീ ഇന്ന് നേരത്തെ തന്നെ വന്നോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം അവിടെ ഇന്നങ്ങ് എഴുന്നേറ്റ് നിൽക്കണേ. എന്നിട്ട് പറഞ്ഞിട്ട് അതൊന്നുമില്ല അമ്മേ, ഞാൻ ഇന്ന് ചുമ്മാ മറ്റൊരാവശ്യത്തിന് വേണ്ടിയിട്ട് നേരത്തെ വന്നതാണെന്ന് പറയും. ഞാൻ ഇപ്പം തന്നെ പോകാനിറങ്ങാം, എന്നാൽ ശരി വേദ എന്നൊക്കെ പറഞ്ഞ് വിക്രം പെട്ടെന്ന് തന്നെ അവിടെ നിന്നങ്ങ് സ്കൂട്ടാവുന്നുണ്ട്. താൻ വളരെയധികം ഇഷ്ടത്തോടു കൂടെ തന്നെ വേദിയോട് സംസാരിക്കുന്നത്, അതും അടുക്കളയിൽ വന്നിട്ട് വേദിയോട് ഇങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവർ കണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആകെ ചമ്മലോടെ നാണം കുടുങ്ങിക്കൊണ്ടായിരിക്കട്ടോ വിക്രം അവിടെ നിന്നങ്ങ് ഓടി രക്ഷപ്പെടുന്നത്. ഈ ഒരു കാഴ്ച കാണുന്ന സമയത്തിൻ്റെ നന്ദിനി കൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നിട്ട് വേദയോട് വന്ന് ചോദിക്കുന്നുണ്ട് ഓ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നല്ല കൂട്ടാണല്ലേ. അപ്പോൾ വേദ പറഞ്ഞിട്ട് പിന്നെന്താ നന്ദിനി എടുത്തി, അങ്ങനെ തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പം നല്ല കൂട്ടാണേ. ദേ ഈ താലി കണ്ടില്ലേ, ഇതേ വിക്രമിൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയാണ്. എനിക്ക് ഉറപ്പായിരുന്നു അവൻ എന്തെങ്കിലും ഒരു ദിവസം എന്നെ അംഗീകരിക്കുമെന്ന്. അപ്പം നന്ദിനി പറഞ്ഞിട്ട് ആയിക്കോട്ടെ, പക്ഷേ അതേതായാലും ഈ ഇടയ്ക്ക് നടക്കുമെന്നൊന്നും നീ ആലോചിക്കണ്ടെന്ന് പറയും. എത്രയും പെട്ടെന്ന് തന്നെ നീ ആ വിക്രമത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നീ നിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാ നല്ലത്, അല്ലെങ്കിൽ പിന്നെ ഇവിടെ കിടന്ന് നരകിക്കാനാ നിന്റെ വിധി എന്നൊക്കെ പറയും. നന്ദിനി ഏതായാലും ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് ശ്രീജയ്ക്ക് അത് ഭയങ്കര സന്തോഷമായിരിക്കും. ശ്രീജ ഭയങ്കര സന്തോഷത്തിൽ വേദയോട് വന്ന് ചോദിക്കുന്നുണ്ട് അല്ല എന്തായിരുന്നു രണ്ടുപേരും ഇവിടെ ഒരു ശൃംഗാരം എന്ന് ചോദിക്കും. അപ്പോൾ വേദ പറഞ്ഞിട്ട് അത് വിക്രം എന്നോട് വന്നിട്ട് ഒരു ഗ്ലാസ് ചായ ഇട്ട് തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചായ ഇട്ട് കൊടുത്തതാ. ആ സമയത്ത് എന്തൊക്കെയോ കുറച്ചു നേരം സംസാരിച്ചു. അപ്പോൾ ശ്രീജ പറഞ്ഞിട്ട് സന്തോഷമായി, ഏതായാലും ഇപ്പം നിങ്ങൾ രണ്ടുപേരും ആദ്യത്തെ പോലെ അത്ര അടിപിടിയൊന്നും ഇല്ലല്ലോ, ഇനി ഏതായാലും ആ രീതിയിൽ തന്നെ അങ്ങ് മുന്നോട്ട് പോട്ടെ. അപ്പോഴേക്കും അത് തന്നെയാണ് മോളെ നല്ലത് എന്നിങ്ങനെ കമലമ്മയും പറയും. കമലമ്മക്കും ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ ഇവർ തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നറിഞ്ഞതോടെ. വിക്രത്തിൻ്റെ മുത്തശ്ശി വീട്ടിലേക്ക് വന്നതിന് ശേഷം വേദയുടെ ലെവൽ തന്നെ അങ്ങ് ഉയരുമായിരിക്കും കേട്ടോ. മുത്തശ്ശിയുടെ ചെല്ലക്കുട്ടിയായിരിക്കും വേദ, അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ മുത്തശ്ശി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും വേദമോളെ തന്നെയായിരിക്കും. മുത്തശ്ശിയും മുത്തശ്ശനും ചെറുപ്പത്തിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചതായതുകൊണ്ട് തന്നെ കാമിതാക്കളെ കാണുന്ന സമയത്തിന് മുത്തശ്ശിക്ക് അത് വലിയ സന്തോഷമാണ്. എന്നിട്ട് തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒന്ന് പ്രേമിച്ച് കല്യാണം കഴിക്കണമെന്നൊക്കെ മുത്തശ്ശിയുടെ എന്നത്തെയും പ്രാർത്ഥനയായിരുന്നു. എന്നാൽ തൻ്റെ മനസ്സിലുള്ള അത്രയും വലിയൊരു ആഗ്രഹം സാധിച്ചു തന്നിരിക്കുന്നത് വിക്രമാണ് എന്നാട്ടോ മുത്തശ്ശി ചിന്തിക്കുന്നത്. വിക്രം വേദയെ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് എന്തെന്നില്ലാത്ത സ്നേഹമായിരിക്കും വേദയോട്. അല്ലാതെ വിക്രം ഒരിക്കലും ഇങ്ങനൊരു ചതിയിലൂടെയാണ് വേദയെ കല്യാണം കഴിച്ചത് എന്ന കാര്യമൊന്നും മുത്തശ്ശിയെ ഇവരാരും അറിയിച്ചിട്ടില്ല. മുത്തശ്ശിക്ക് ജീവനായിരിക്കും വേദയെ, അതുകൊണ്ട് തന്നെ മുത്തശ്ശി സ്വന്തം മോളെ പോലെ സ്നേഹിച്ചിട്ടും ലാളിച്ചിട്ടും തന്നെയാട്ടോ വേദയെ കൊണ്ടു നടക്കുന്നത്. വേദയോടുള്ള സ്നേഹം കൊണ്ട് തന്നെ മുത്തശ്ശി തൻ്റെ ആഭരണപ്പെട്ടിയൊക്കെ വേദയ്ക്ക് സമ്മാനിക്കുന്ന സമയത്തിന് വേദ അത് നിരസിക്കാണ്. വേദന മുത്തശ്ശി ഇതൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ എൻ്റെ കയ്യിൽ നിന്നും ഇത് വാങ്ങിക്കാത്തത്, ഈ കുടുംബത്തിൽ ഇത് വാങ്ങിക്കാനുള്ള ഏറ്റവും അർഹതയായിട്ടുള്ളത് മോള് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാനിത് മോൾക്ക് തരുന്നത്. അപ്പോൾ വേദ പറഞ്ഞിട്ട് വേണ്ട മുത്തശ്ശി, ഇനിയിപ്പോൾ മുത്തശ്ശിക്ക് ഇത് തരണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഈ വീട്ടിൽ 3 മരുമക്കളല്ലേ, അങ്ങനെ തരണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്കും ഒരേപോലെ തന്നെ തന്നാൽ മതി, അല്ലാതെ എനിക്ക് മാത്രമായിട്ട് മുത്തശ്ശി ഒരു സമ്മാനവും തരണ്ട എന്നൊക്കെ പറയുന്നുണ്ട് വേദ. എന്നാൽ വേദയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് മുത്തശ്ശിയുടെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കില്ലല്ലോ, എല്ലാവരും സ്വാർത്ഥമായിട്ടേ ചിന്തിക്കൂ, എല്ലാം തൻ്റെ കൈക്കുള്ളിലാവണമെന്ന് മാത്രമല്ലേ ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ ചിന്തിക്കൂ. എന്നാൽ വേദമോൾ ഒരിക്കലും അങ്ങനെയല്ല, എല്ലാവർക്കും ഒരുപോലെ എന്നല്ലേ വേദമോൾ പറഞ്ഞത്. അതുകൊണ്ട് മോൾക്ക് നല്ലൊരു മനസ്സുണ്ട്, മോൾ നല്ല രീതിയിൽ തന്നെ എത്തും, മോൾക്ക് എന്നും നല്ലത് വരട്ടെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് മുത്തശ്ശി ഇങ്ങനെ വേദയെ അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി വീട്ടിലേക്ക് വരുന്നതോടുകൂടി തന്നെ വിക്രവും വേദയും എല്ലാ അർത്ഥത്തിലും ഒന്നാവുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയെ പേടിച്ചുകൊണ്ടായിരിക്കും വിക്രം ആദ്യം വേദയെ ഇങ്ങനെ സ്നേഹിച്ചു തുടങ്ങുന്നത്. പയ്യെ പയ്യെ ആ ഒരു ഡയറി വായിച്ചതോടുകൂടി തന്നെ വേദയുടെ മനസ്സിൽ എന്താണ് എന്ന കാര്യമൊക്കെ വിക്രത്തിന് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് വിക്രം ഇത്ര കാലം തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഒരു സ്നേഹം പോലും മുത്തശ്ശി വിക്രമിനെ കൊണ്ട് പുറത്തെടുപ്പിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.